ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രേവതിക്ക് ഇതേ രണ്ടാമതൊരു കല്യാണാലോചനയും കൂടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിക്ക് എന്ത് സംഭവിച്ചു, സച്ചി ഇവിടെ പോയി എന്നുള്ളൊരു ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രമോയിൽ കണ്ടൊരു ഭാഗമാണ് രേവതി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കല്യാണ മണ്ഡപങ്ങളുടെ ഡെക്കറേഷൻ വർക്ക്. അതൊരു ബിസിനസ്സായിട്ട് നിലനിൽക്കണമെന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ റീച്ച് നേടണമെന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഫോട്ടോഷൂട്ടൊക്കെ രേവതിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ലുക്കിലൊക്കെ നമ്മുടെ രേവതി വന്നുകൊണ്ട് കുറച്ച് ആടൊക്കെ നമ്മുടെ രേവതി ചെയ്യുന്നുണ്ട്. വർഷ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ആ ഒരു പരസ്യവും നല്ല റീച്ചിലെത്തുന്നുണ്ട്. മാത്രമല്ല വീഡിയോയ്ക്ക് അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. കുട്ടിയെ കാണാൻ എന്ത് ഭംഗിയാണ്, കുട്ടീനെ കല്യാണം കഴിച്ചോട്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു കമൻറ്റുകളെല്ലാം തന്നെ രേവതിയെ വർഷ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ തന്നെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേവതി പൂക്കൾ വിൽക്കാൻ പോകുന്ന സമയത്തെല്ലാം തന്നെ ഒരാൾ പിന്തുടർന്ന് വരുന്നുണ്ട്. ഈ ഒരു കാര്യം ആദ്യമൊക്കെ രേവതി സച്ചിയോട് പറയുന്നില്ല. എന്നാൽ പിന്നീട് സച്ചിയുടെ ഒരു കാര്യം പറയുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി കൈ പിടിച്ചു, ഇനി എപ്പാവും വന്നാലും അവൻ്റെ മുഖത്തേക്ക് ഇത് ഇട്ടാൽ മതി എന്ന് പറയട്ടെ. അങ്ങനെ അതേ രീതിയിൽ തന്നെ പിന്നീട് രേവതിയുടെ അടുത്തേക്ക് ഇദ്ദേഹം വരുന്ന സമയത്ത് രേവതി മുളക് പൊടി എടുക്കുമ്പോൾ തന്നെ ഇയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിലും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് പ്രണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഐഡിയകളും പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സച്ചിയാണ്. എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ വിശദമായി തന്നെ പറഞ്ഞുതരാം. നമ്മുടെ സച്ചിയുടെ കൂടെ കാർ സ്റ്റാൻഡിൽ ഓടുന്ന ഒരു കുറച്ച് മുതിർന്ന ഒരാളുടെ അനിയനാണ് കേട്ടോ നമ്മുടെ രേവതിനെ പ്രണയിക്കുന്നത്. എന്നാൽ രേവതിയാണ് ഇയാൾ പ്രണയിക്കുന്നതെന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ല. തൻ്റെ ആഗ്രഹം, അതായത് തനിക്ക് വിവാഹം കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്നും അവളെ തന്നെ പ്രപ്പോസ് ചെയ്യാൻ ചെല്ലുന്നു. പക്ഷേ എങ്ങനെ തനിക്ക് പ്രപ്പോസ് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ മഹേഷിനോട് പറയുന്നത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ സച്ചിയാണ് ഇതേ രീതിയിൽ ചെന്ന് പ്രപ്പോസ് ചെയ്യണം, അവളെ കാണുമ്പോൾ പേര് ചോദിക്കണം, ഒരുപാട് നേരം അവളെ നോക്കാൻ പാടില്ല പറഞ്ഞ് കുറേ ഐഡിയാസ് സച്ചി പറഞ്ഞു കൊടുക്കണം. അതേ രീതിയിൽ തന്നെ ഇയാൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചിയുടെ ഭാര്യയാണെന്നോ സച്ചിക്കാണെങ്കിലോ തൻ്റെ ഭാര്യയാണ് ഇയാൾ നോക്കുന്നതെന്ന് ഒന്നും തന്നെ അറിയില്ല. അങ്ങനെ അവസാനം സച്ചി പറയുന്നത്, എന്തായാലും നിനക്ക് അത്രമേൽ ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, കല്യാണ ആലോചന എന്ന രീതിക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലും, നിനക്ക് ആ പെൺകുട്ടിയുടെ വീട് അറിയുമോ എന്ന് ചോദിക്കുന്ന നേരത്ത് തീർച്ചയായിട്ടും ഞാൻ വീടൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ പെൺകുട്ടിയെ ഒന്ന് പ്രപ്പോസ് ചെയ്യാനായിട്ട് നേരിട്ട് വീട്ടിലേക്ക് ചെന്ന് അവളുടെ അച്ഛനുമായിട്ട് തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം ആലോചിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹം രവിയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. രവിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നും നിങ്ങളുടെ മകളാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രവിക്ക് ആദ്യം കാര്യം മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിനെ കാണുമ്പോൾ തന്നെ ഇയാൾ പറയുന്നത് ഈ ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്കും രവിയും ആ സമയത്ത് വന്ന സ്ത്രീകാരന് വർഷയൊക്കെ അതിശയിച്ച് നിൽക്കാൻ കേട്ടോ. ഈ ഒരു സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത്. സച്ചിയെ കാണുമ്പോൾ ചേട്ടൻ്റെ വീടാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ വീടാണിത്, നീ എന്താ എവിടെയെന്ന് ചോദിക്കുന്ന നേരത്തെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ വീടാണിത് എന്ന് ഇയാൾ മറുപടി പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ സച്ചി അറിയാൻ തൻ്റെ ഭാര്യയെ പ്രണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസാണ് താൻ ഇദ്ദേഹത്തിനായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. തനിക്കുമായിട്ട് തന്നെ താൻ പാര വയ്ക്കുകയായിരുന്നുള്ള കാര്യം. പിന്നീട് ഇദ്ദേഹം വന്നിട്ട് രവിനോടായിട്ട് എനിക്ക് നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ച് തരണമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എന്നത്തൊന്നും പറയാതെ പറയേണ്ടത് അവനാണെന്ന് സച്ചിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചിൻ്റെ അടുത്തതിന് ശേഷം ചേട്ടൻ്റെ പെങ്ങളായിരിക്കില്ല ആ നിൽക്കുന്നത്, എനിക്ക് പെങ്ങളെ കെട്ടിച്ച് തരുമോ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ അവളുടെ കഴുത്തേൽ താലി കണ്ടില്ലേ, നെറ്റിയിലെ സിന്ദൂരം കണ്ടില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ രേവതിയുടെ നെറ്റിയിലെ സിന്ദൂരവും താലിയെ കാണുന്നത്. പെട്ടെന്ന് ഇദ്ദേഹത്തിന് എന്തോ പോലെ ആവുകയാണ്. അയ്യോ താൻ വിവാഹം കഴിച്ച ഒരാളെയാണല്ലോ നോക്കിയത് എന്നുള്ളൊരു മൈൻഡോട് കൂടി തന്നെ നിന്നതിന് ശേഷം സച്ചിയോട് പറഞ്ഞു, ചേട്ടാ ഞാനിതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല, ഞാൻ അവളുടെ കണ്ണുകൾ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കണ്ട് ആ ഫോട്ടോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നതായിരുന്നു, പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആകർഷിച്ച് എനിക്ക് ഇവളുടെ കണ്ണുകളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആ കണ്ണുകളിൽ മാത്രമാണ് ശ്രദ്ധിച്ചോളൂ ചേട്ടാ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ഇത് എൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ ഭാര്യയാണോ പ്രേമിച്ച് നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾ വന്നിട്ട് സച്ചിനോട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി തന്നെ രണ്ടാമതൊരു കല്യാണാലോചനയും കൂടി കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കും ഇത് എന്തൊരു എപ്പിസോഡ്, ചുമ്മാ വട്ട് കാണിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു എപ്പിസോഡിൻ്റെ ഇടയിൽ തന്നെ ഈ രേവതി സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ട ഭാഗങ്ങളും അതെല്ലാം തന്നെ ഇൻക്ലൂഡായി വരുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഈ പറയുന്നതിന് നല്ലൊരു എപ്പിസോഡായിട്ട് തന്നെയാണ് ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ ചിത്രീകരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.